ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സന്ദേശവുമായിട്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പിന്നെയും കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയതിനായിട്ട് സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഓരോ സഭകൾക്കുമുള്ള പ്രത്യേകതകൾ നമ്മൾ ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്നത്. ഇവിടെ തെസ്സലോനിക്ക സഭയെ പറ്റിയുള്ള ഒരു അനുഗ്രഹീതമായ ഒരു ചിന്ത ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പരാമർശിക്കുകയാണ്. വിഷയം ഇതാണ്: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ തിരുവചനത്തെ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. അത് ഞങ്ങൾക്കും കർത്താവിനും നിങ്ങൾ അനുകാരികളായിട്ട് മാറി എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തെസ്സലോനിക്ക സഭയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക തിരുവചനം അവർ കൈക്കൊണ്ടു. എങ്ങനെയാണ് കൈക്കൊണ്ടത്? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. പലപ്പോഴും തിരുവചനത്തിന്റെ ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില ക്ലേശങ്ങളെ പ്രതിയാണ്, അല്ലേ? ഒരു ദിവസം നമ്മൾ വായിക്കുന്ന സമയത്ത് വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പാറയുടെ പുളർപ്പിൽ വീണ വിത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. മുള്ളിനിടയിൽ വീണതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? പാറയുടെ പുളർപ്പിൽ വീണ വിത്തിന്റെ എന്താണ് അതിന്റെ പ്രത്യേകത? അതുപോലെ സ്തോത്രം, മുള്ളിനിടയിൽ വീണത് എന്താണ്? അല്ല, സ്തോത്രം, വഴിയരികിൽ വീണത് എന്താണ്? നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്താ? നല്ല നിലത്ത് വീണ വിത്ത് എന്ന് ചോദിച്ചാൽ, ഏത് പ്രതിസന്ധിയുടെ തലങ്ങളിലും ഏത് പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിന് നടുവിൽ സ്തോത്രം നമ്മൾ സന്തോഷത്തോടെ, എന്തിന്റെ സന്തോഷത്തോടെ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ തിരുവചനം നമ്മൾ കൈക്കൊള്ളുമ്പോഴാണ് അതിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്നത്. പലപ്പോഴും നമുക്ക് സന്തോഷം വരുന്നത് ഒരുപക്ഷെ ഒരു പ്രവാചകൻ നമ്മുടെ തലയൊക്കെ വെച്ച് ദൂത് പറയുമ്പോഴായിരിക്കും, അല്ലേ? ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്തോത്രം ആലോചനകളോ വെളിപ്പാടുകളോ നമ്മുടെ ഭാവിയെ സംബന്ധിച്ചൊക്കെ കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. എന്നാൽ തെസ്സലോനിക്ക സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള സന്തോഷം എന്ന് പറയുന്നത്, അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും തിരുവചനത്തെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എപ്പോഴാണ് വെളിപ്പെടുന്നത്? നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ തിരുവചനത്തെ നമ്മൾ കൈക്കൊണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകും. അതിനിവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: അല്ല, അങ്ങനെ നിങ്ങൾ ചെയ്തത് കൊണ്ട്, തെസ്സലോനിക്ക സഭയെ നിങ്ങൾ അത് ചെയ്തത് കൊണ്ട് കർത്താവിനും ഞങ്ങൾക്കും നിങ്ങൾ അനുകാരികളായിട്ട് മാറി. അതായിരുന്നു ആരുടെ പ്രത്യേകത? തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത. വെറുതെ കഷ്ടം സഹിച്ചതല്ല, പകരം കർത്താവിന്റെ അനുകാരികളായവർ മാറിയതാണ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തിരുവചനത്തെ നമ്മൾ സ്തോത്രം ഹൃദയത്തിൽ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് നമുക്ക് ജീവനെ നൽകുവാൻ തക്കവണ്ണം ഇടയാകും. ഏത് പ്രതിസന്ധിയിലും തിരുവചനത്തെ വിടാതെ തേനിനേക്കാളും തെൻകട്ടയേക്കാളും മാധുര്യമേറിയ ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ഹൃദയങ്ങളെയും ആന്തരിക ഇന്ദ്രിയങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിച്ച് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കഷ്ടതയെ നോക്കാതെ, പ്രതിസന്ധികളെ നോക്കാതെ, പ്രയാസത്തെ നോക്കാതെ നമ്മൾ അതിനെ കൈക്കൊള്ളുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരട്ടെ. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുത്തെ ചിറകളിൽ മറയ്ക്കണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. കാരണം തിരുവചനത്തിന്റെ ആധികാരികത, തിരുവചനത്തിന്റെ ശക്തി ഇന്ന് പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ട് വരുവാൻ ദൈവം ഇടയാക്കണം. ആയിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ അവിടുന്ന് കൃപ നൽകിയാലും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.